വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. പകുതി പേർ മനസ്സിൽ തോന്നുന്നത് പുറത്തു പറയും. കുറച്ചുപേർ അവർ നമ്മുടെ മുന്നിൽ സ്നേഹം അഭിനയിക്കും. ബാക്കിയുള്ളവര് മുന്നിൽ വന്ന് നിന്ന് സഹതപിക്കും. എനിക്ക് വയ്യ, ഞാൻ പോവാ. ഗൗതം നിൽക്ക്. ഗൗതം ഇങ്ങനെ തോറ്റു പിന്മാറാൻ നിന്നാൽ ജീവിതത്തിൽ അതിനെ സമയം കാണൂ. ഈ പ്രതിസന്ധിയെ ഗൗതം ധൈര്യപൂർവ്വം നേരിടണം. ഈശ്വരമംഗലം മുഴുവൻ ഗൗതമിനോടൊപ്പം ഉണ്ട്. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഒരു മംഗലും എന്റെ കൂടെ നിൽക്കണ്ട. ഞാൻ തനിച്ചാണ്. ഞാൻ ഇവിടേക്ക് ഇല്ലാന്ന് പറഞ്ഞ ഇല്ല, അത്ര തന്നെ. ഗൗതം ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്. ഏട്ടത്തി നിർബന്ധിക്കണ്ട. തൽക്കാലം വീട്ടിലേക്ക് പൊയ്ക്കോ. ഏട്ടന്റെ മനസ്സൊന്ന് ശാന്താവട്ടെ. അത് കഴിഞ്ഞ് ഏട്ടൻ തന്നെ തിരിച്ചിങ്ങോട്ട് വരും. അത്യാവശ്യം ചില കാര്യങ്ങൾ എനിക്കവിടെ ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാനും അങ്ങ് വീട്ടിലേക്ക് വരാം. ഏട്ടത്തിയല്ലേ? ഗൗതം രാവിലെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഒരുങ്ങിക്കെട്ടി ഓഫീസിലേക്ക് പോയിട്ട് ഇപ്പൊ എന്തു പറ്റി ഗൗതം? പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു പോവുകയാണല്ലോ. ഉണ്ട ചോറിന്റെ കൂറ് കാണിക്കത്തവരാണ് സ്റ്റാഫുകളെന്ന് ഇനിയും ഗൗതം മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തോടെ അത് ബോധ്യമായില്ലേ? അല്ലെങ്കിൽ എന്റെ വാക്കും കേട്ടൊരുത്തൻ അതേ ഓഫീസിൽ വന്നു നിന്ന് അവരുടെ തന്നെ മുതലാളിക്കെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കുമോ? അതേ ഗൗതം, അവനെ ഏർപ്പാടാക്കി നിന്നെ നാണം കെടുത്താനായി അവിടേക്ക് പറഞ്ഞു വിട്ടത് ഞാൻ തന്നെയാ. എങ്ങനെയുണ്ടായിരുന്നു രണ്ടാം വരവിൽ സ്റ്റാഫുകൾ നൽകിയ സ്വീകരണം? ഇത്തരം തറക്കളികൾ കളിക്കാൻ തനിക്ക് നാണമില്ലടോ. നീ ഒരു തറയാണെന്നുള്ള കാര്യം നിന്റെ സ്റ്റാഫുകളെ അറിയിക്കുന്നത് ഒരു തറക്കളിയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഗൗതം ഗോപിനാഥ് എന്നൊരു പേരും നെറ്റിൽ എഴുതി ഒട്ടിച്ചുകൊണ്ട് എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു നീ എന്റെ പുറകെ നടന്ന് നടത്തിയത്. എടാ ചെക്ക, ഒറ്റ ചോദ്യത്തിന് നിനക്ക് മറുപടി പറയാമോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. നിനക്ക് ജന്മം നൽകിയ നിന്റെ തന്തയുടെ പേരെന്താടാ? ഗൗതം ഗോപിനാഥാണ് പോലും. ഛേ, നാണമില്ലേ നിനക്ക്? പേരിന്റെ പിന്നിൽ നീ ചേർത്ത് വെച്ചിരിക്കുന്ന ഗോപിനാഥ് എന്ന വാല് മുറിച്ചു മാറ്റിയിട്ട് വല്ല പട്ടിയുടെയോ പൂച്ചയുടെയോ പേര് വെച്ച് ഗസറ്റിൽ പരസ്യം കൊടുക്കുന്നീ. അപ്പൊ ഞാൻ നിന്നെ വിളിക്കും അന്തസ്സുള്ളവനെന്ന്.